വണ്ടിക്കകത്ത് ഒരു ബാഗ്, കറുത്തൊരു ബാഗ് ഇരിക്കുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിലെ 500-ൻ്റെ നോട്ടുകെട്ടുകൾ. ആ സമയത്ത് അത് സ്വന്തമാക്കാനായിട്ട് ഉള്ള ഒരു പ്രലോഭനം എൻ്റെ ഉണ്ടായി. കാരണം എനിക്ക് ആ സമയത്ത് കുറികൾ അടയ്ക്കണം, ബാങ്ക് ലോൺ അടയ്ക്കണം. പക്ഷേ അപ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ അത് നിൻ്റെതല്ല, അത് നിനക്ക് അവകാശപ്പെട്ടതല്ല, അതിൻ്റെ അവകാശിയെ അത് ഏൽപ്പിക്കണമെന്ന്. ഞാൻ നേരെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി. ആ ബാഗ് ആ സ്റ്റേഷനിൽ അപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റേഷൻ ചാർജുള്ള ആ പോലീസുകാരനെ ഏൽപ്പിച്ചു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപകരമായ അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദാരിദ്ര്യം തന്നെയാണ്. എൻ്റെ ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ എൻ്റെ ജന്മം നൽകിയ പിതാവിനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. രോഗിണിയായ അമ്മ, ഒരു സഹോദരി, വളരെയേറെ ദാരിദ്ര്യമാണ് അനുഭവിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരക്കൊല്ല പരീക്ഷ എഴുതി കഴിഞ്ഞ് വീട്ടിലൊരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ, അന്നറിയാം നമ്മുടെ നാടെല്ലാം 38 വർഷം മുമ്പ് വളരെയേറെ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ നാട് വിട്ടു പോകാനായുള്ള തീരുമാനം എടുക്കുകയാണ്. ആ നാട് വിട്ടു പോയി ഞാൻ പോയത് കണ്ണൂർ ജില്ലയിലേക്കാണ്. ആ പ്രധാന സ്ഥലം വടകര മാർക്കറ്റിലാണ്. ആ വടകര മാർക്കറ്റിലെ വിവിധങ്ങളായ കച്ചവടങ്ങളും അതുപോലെ തന്നെ വിവിധങ്ങളായ മനുഷ്യരുമായുള്ള കൂടി ചേരലുകൾ, എല്ലാത്തരം മ്ലേച്ഛതകളും പാപവും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടത്തുന്ന ഒരു ജീവിത അവസ്ഥയിലേക്കാണ് എൻ്റെ പ്രയാണം. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ചേരി പ്രദേശത്താണ് എൻ്റെ വീട്. തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ്, ഒരു നഗര പ്രദേശമാണ്. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വിവിധങ്ങളായ ആവശ്യങ്ങളായിട്ട് അനേകർ വരും. ബിസിനസ്സുകാർ വരും, അതേപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് വാങ്ങിക്കാൻ വരും. അതേപോലെ തന്നെ തെരുവിൽ ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ സ്വന്തം ശരീരം വിൽക്കാനായിട്ട് നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ തേടി വരും. അപ്പോൾ ഇവരെല്ലാം വന്ന് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ഞങ്ങൾ ആ നഗര പ്രദേശത്ത് ജീവിക്കുന്ന ഞങ്ങളടുത്തേക്ക് ആയിരിക്കാം. ഞങ്ങൾ എന്താ ആവശ്യമുള്ളതെന്ന് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി അവരുടെ കയ്യിലുള്ള മുതലുകളെല്ലാം അവരെ തല്ലി, അവരെ മുതലെല്ലാം വാങ്ങിച്ച് അവരെ വളരെയേറെ ഭീഷണിപ്പെടുത്തി അവരെ പറഞ്ഞു വിടും. അത് പലപ്പോഴും കേസും കാര്യങ്ങളായിട്ട് വരാറില്ല. കാരണം അവരെ മാനഹാനി എന്ന് അവരാരും കേസ് കൊടുക്കാറില്ല. അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ബാബുവിനെ 10-40 കൊല്ലം മുമ്പ് അന്ന് തൊട്ടുള്ള പരിചയമാണ്. തനി താലമ്പായിട്ട് നടന്ന ഒരു പാർട്ടിയാണ്. ഈ മാർക്കറ്റിൻ്റെ അടുത്താണ് അവൻ്റെ വീട്, ലോലസ്റ്റേറ്റാണ് അവൻ്റെ വീട്. അങ്ങനെയുള്ള പിന്നെ എല്ലാ തല്ലിനും വഴിക്കിനൊക്കെ പോവും. ബ്രേക്ക് ബാബു എന്നാണ് പറയാ. ചട്ടമ്പായി തന്നെ ഒരുപാട് പാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആളെ കണ്ടാലൊക്കെ ആൾക്കാരൊക്കെ മാറി ഒളിച്ചു പോകുന്നൊരു കണ്ടീഷനാണ്. ചില ഒരു ഗുണ്ടായുസം ആളെ കൂടെയൊക്കെ ഒരു 10-30 ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാവും. ആരെയും കൂസാതെ, ഒരാളെയും ബഹുമാനമില്ലാതെ, ഒന്നാം പറഞ്ഞ രണ്ടാമത്തേനെ മറ്റുള്ളവരെ അടിക്കുന്ന, അല്ലെങ്കിൽ സംഘം ചേർന്ന് പോയി അടിക്കുന്ന, അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളിലെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തല്ലാനൊക്കെ ഞാൻ SFIയിൽ വർക്ക് ചെയ്താണ് സ്കൂളിൽ. വന്ന് ബാബട്ടൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ബാബട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുക തല്ലാനൊക്കെ. ബാബട്ടൻ തല്ലിയിട്ട് പോകും. ബാബട്ടൻ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഭൂമി തർക്കങ്ങൾ, അതിർത്തി പ്രശ്നങ്ങൾ, പണം കൊടുത്ത് കിട്ടാത്ത അവസ്ഥകളെല്ലാം കടന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പോകുമ്പോൾ അവർ നമുക്ക് പ്രതിഫലമായി നൽകിയിരുന്നത് ശരിക്കും പറയണം മദ്യമായിരുന്നു. ആ മദ്യത്തിൻ്റെ അവസ്ഥയിൽ മദ്യം ലഹരി വസ്തു ഉപയോഗിച്ച് മയക്കുമരുന്നിലേക്ക് കടന്നു. അങ്ങനെ മദ്യം മയക്കുമരുന്നും ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് അതില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ, സമയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ മോനാണ് വിക്ടറി പാവണി എന്ന് പറഞ്ഞാൽ ബാറിൻ്റെ ഒരു ഉടമേനൊക്കെ ആള് അന്ന് 100 രൂപയ്ക്കൊക്കെ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊട്ടാരം എടുത്തുള്ള ആളാണ്. അങ്ങനെ പല പല അവസ്ഥകളും പല അവസ്ഥയിലും ആള് ജീവിച്ചിട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അന്നൊന്നും ആളിന് അങ്ങനെ കൺഷനില്ല. പിന്നീട് അന്നത്തെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് സിനിമാ തിയേറ്ററുകളിലെ ബ്ലാക്ക് ടിക്കറ്റ് വിൽപ്പനയാണ്. അന്ന് ഒരു സിനിമ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വലിയ രീതിയിലാണ് ജനങ്ങൾ വന്നു ചേരുക. അപ്പോൾ അവിടുന്ന് ആ സിനിമാ തിയേറ്ററുമായി അവിടുത്തെ ജോലിക്കാരുമായി ഒക്കെ ബന്ധപ്പെട്ട് അവിടുന്ന് ടിക്കറ്റുകളെല്ലാം കരസ്ഥമാക്കി കൂടുതൽ വിലയ്ക്ക് കരിഞ്ചന്തയിൽ വിറ്റ്, അങ്ങനെയൊക്കെയാണ് ഓരോ ജീവിതങ്ങളും. അന്നത്തെ വരുമാനം 1000. അന്ന് ഒരു 16 വയസ്സിൽ, അതായത് ഒരു 33 വർഷം മുമ്പ് നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ ചിലവ് 2000-3000 എല്ലാം കിട്ടിയാലും അന്ന് തന്നെ ചിലവ് അഴിച്ച് എല്ലാവർക്കും മദ്യവും അതേപോലെ തന്നെ സൽക്കാരങ്ങളെല്ലാം നടത്തി വഴിവിട്ട ജീവിതങ്ങൾ നയിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്റ്റാർട്ടിങ് ഒരു 6 മാസ കാലഘട്ടത്തിൽ നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നെ രാത്രികളിൽ വരാണ്ടായപ്പോഴാണ് നമ്മളിങ്ങനെ
ഒരു സംശയം പോലെ വന്നു തുടങ്ങി. ആളുടെ പെരുമാറ്റ രീതിയും ഇതൊക്കെ മനസ്സിലായിട്ട് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ആളിങ്ങനെ പല കേസുകളിലും പെട്ട ആളാണെന്നുള്ളത് മനസ്സിലായത്. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മദ്യപാന സമയങ്ങളിൽ ഈ മയക്കുമരുന്നെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ഭാര്യയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഭാര്യ എൻ്റെ മദ്യപാനം, എൻ്റെ വഴിവിട്ട ജീവിതങ്ങളെയും കണ്ട് ഒരുപാട് കണ്ണുനീരൊഴുകിയിരുന്നു. മദ്യം കഴിക്കുന്ന തന്നെ അറിഞ്ഞായിരുന്നില്ല. ഒരു വർഷമൊക്കെ ആകുമ്പോഴാണ് അറിയുന്നത് ആൾ മദ്യം കഴിക്കുന്നുണ്ട്, പുക വലിക്കണം. അന്ന് സ്റ്റാർട്ടിങ് വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വർഷത്തോളം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് ആളിത് കഴിച്ചിട്ടാണ് വരുന്നത്, നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ബീർ കഴിക്കുമ്പോൾ നമുക്ക് ബ്രാൻഡിയുടെ മണം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്, കഴിച്ചു തുടങ്ങി. ഞാൻ അറിഞ്ഞു തുടങ്ങിയ പിന്നെ ആൾ സ്ഥിരം കഴിച്ച് പിന്നെ വരവ് തുടങ്ങി. എന്നോട് പറയും, ചേട്ടൻ മദ്യപിക്കരുത്, പുകവലിക്കരുത്, നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതുള്ളൂ, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളി ഒരുപാട് എന്നെ തിരുത്താൻ പരിശ്രമിച്ചിരുന്നു. പക്ഷേ അവളുടെ ഉപദേശങ്ങളൊന്നും ഞാൻ ചെവി കൊണ്ടിരുന്നില്ല. ആള് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് തന്നെ കേൾക്കുമ്പോഴേക്കും നമുക്ക് പിടിപ്പ് ഇങ്ങനെ കൂടും. എനിക്കാണെങ്കിൽ രാത്രി ഉറക്കണ്ടാവില്ല, ആളെപ്പോഴാ വരിക എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ കാതോർത്ത് കിടക്കണം സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ പഴയ വീടിൻ്റെ റൂം ആ സൈഡിലേട്ടാ, റോഡിലേക്ക് അങ്ങോട്ട് കുറച്ചുകൂടി കയറിയിട്ടാ. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ നമുക്ക് ആ വഴി തിരിയുമ്പോൾ ഒരു വണ്ടി വന്നു നിന്ന് എനിക്കറിയാം ആൾ വരണ വണ്ടിയാന്നുള്ളത് അറിയാം. അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഇടിപ്പ് ഭയങ്കരമായിട്ട് കൂടും, പേടിച്ചിട്ട് എന്ത് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവ അവിടെ നിന്ന് വരണേന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഓരോ ദിവസങ്ങളും ഈ നാട്ടിലേക്ക് ഞാൻ മദ്യപിച്ച് വരുമ്പോൾ അടുത്തുള്ള ആളുകളുമായി വഴക്കിടുകയും ഞാൻ ഇവിടേക്ക് കടന്നു വരുന്ന കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഭയക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നാൽ ഇവിടെ വഴക്ക്, TV തല്ലി പൊളിക്കുക, അതേപോലെ തന്നെ ഭാര്യയെ അടിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഭാര്യ പിതാവിനെ പോലും മർദ്ദിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ കൊണ്ടുവരിക. ജീവിതം ശരിക്കും ഒരു ദുരിതപൂർണ്ണമായിരുന്നു. അപ്പനമ്മ ഇതുവരെ പോലീസ് സ്റ്റേഷനോ കോടതി ഒന്നും കാണാത്തതാണ് ഞങ്ങളുടെ അപ്പനമ്മ. ഇതുവരെ ഒന്നിനും പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഓരോ കേസിൽ പെട്ടുന്നിട്ട് ആളവിടെ ഒന്നും എടുക്കാൻ ആൾക്കാരില്ല. സ്ഥലമുള്ള ആൾക്കാരുമാണല്ലോ, നികുതി അടച്ച കടലാസുമാണല്ലോ. അങ്ങനെ അപ്പനമ്മ ഇവിടുന്ന് പോവാണ്. അപ്പം ഞങ്ങളിവിടെ ഒരൊറ്റ ആളോടും പറഞ്ഞിട്ടില്ല, ഈ സംഭവം ഒന്നും ആരോടും പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പനമ്മേനും കാലത്ത് വിട്ട് അപ്പനമ്മയും പോയി നികുതി അടച്ച കടലാസ് കൊണ്ടിട്ട് അമ്മ ആദ്യമായിട്ട് ഇതിലേക്ക് കയറുന്നതാണ്. അങ്ങനെ കയറി ആളെ ജാമ്യത്തിലെടുത്ത് കൊണ്ടിരുന്നതാണ്. അപ്പോഴത്തെ ഒരു ടെൻഷൻ ഭയങ്കര ടെൻഷനായിരുന്നു. ഏകദേശം 6 വർഷത്തോളം ഞാനിവിടെ പലിശയ്ക്ക് പണം കൊടുത്തു. ആ പലിശ പണം എന്ന് പറയുന്നത് 100-ക്ക് 10ഉം 15ഉമാണ്. അതിനേക്കാൾ അധികമായിട്ട് ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാങ്ങിച്ച പണം തിരിച്ചു തരാനായിട്ട് സാധിക്കാത്ത പല അവസരങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മളവരെ ശരിക്കും ചൂഷണം ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ബ്ലേഡ് കമ്പനി ഈ വണ്ടി പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ബ്ലേഡ് കമ്പനിക്കാരെ അതിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വീട് ഒഴിപ്പിക്കുക എന്നല്ല, വീട്ടിൽ അതിൽ കംപ്ലീറ്റ് സാധനങ്ങൾ പട്ടാപ്പകൽ പോവുക, നാഷണൽ പെർമിറ്റ് വിളിച്ചിട്ട് പോയിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ വിലയിട്ട് കയറ്റി കൊണ്ടെന്നുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഷാപ്പിളി ബിജു എന്ന് പറഞ്ഞൊക്കെയുള്ള ആൾക്കാരനൊക്കെ ആയിട്ട് അവരുടെ ടീം കൊട്ടേഷൻ്റെ പിള്ളേരൊക്കെ ആയിട്ട് കൂടി പലിശ കാശ് കൊടുക്കൽ തുടങ്ങി. അങ്ങനെയുള്ളൊരു വ്യക്തി ആളിവിടെ വരുമ്പോഴൊക്കെ 2 കാറൊക്കെ ആയിട്ട് വരുന്ന ആളാണ്. വരുമ്പോൾ ആളുടെ കൂടെ ഒക്കെ 10-25 പിള്ളേരൊക്കെ എന്തായാലും ഒപ്പം ഉണ്ടാവും. അതൊരു മനുഷ്യനെ എങ്ങനെ ക്രൂരമായി അവരോട് പെരുമാറാൻ പറ്റും, അവനെ എങ്ങനെ എത്രമാത്രം തകർക്കാൻ പറ്റും, ആ അവസ്ഥയിലെല്ലാം ഞാൻ ഈ പണം തിരിച്ചു പിടിച്ചിരുന്നു. അങ്ങനെ 2006 കാലഘട്ടത്തിൽ ഒരു ക്ലെമൻ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ ഇരുന്ന് പൈസ വാങ്ങി തിരിച്ചു തരാനായിട്ട് സാധിക്കാതെ പല ഡേറ്റുകളും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ബലമായി എൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ഒരു കുരിയച്ചിറ അറവശാലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അത് ആ കേസ് ജനുവരി 10-ാം തീയതി 2006 അത് മാതൃഭൂമി പത്രങ്ങളിലെല്ലാം അത് വ്യക്തമായി വന്നതാണ്. എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയും ഞാൻ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുകളിലെല്ലാം ഞാൻ ചവിട്ടിയിരുന്നു. അങ്ങനെ പോലീസ് എന്നെ പിടിച്ചു കൊണ്ടുപോയി സിയുടെ റൂമിൽ വെച്ച് ഇദ്ദേഹത്തെ വിളിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ കഥകൾ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാല് കാട്ടിത്തന്നു പറഞ്ഞു. നീ ഇദ്ദേഹത്തിൻ്റെ കാലുമ്മ ചവിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചവിട്ടിയിരുന്നു. നീ ചവിട്ടി കാല് നോക്കാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് ആക്സിഡൻറ്റ് പറ്റി കമ്പിയെല്ലാം ഇട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ അതൊന്നും എൻ്റെ മനസ്സിനെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. അപ്പോൾ ഒരു ക്രൂര മനോഭാവത്തിലുള്ള ജീവിതമായിരുന്നു എൻ്റെ. ക്രിസ്തുവിനെതിരായി നോവൽ എഴുതുവാൻ തീരുമാനിച്ച വ്യക്തി ഒരൊറ്റ വാക്യം കൊണ്ട് ഞാനവിടെ സറണ്ടർ ചെയ്തു. എനിക്കങ്ങോട്ട് കലി ബാധിച്ച പോലെയാണ്. ദൈവമില്ല എന്ന് ആർത്ത് ഞാൻ പറഞ്ഞു. സ്വന്തം ബന്ധങ്ങൾ പലപ്പോഴും അവർ വേദനിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നില്ലേ. അന്ന് ഇറച്ചിയ ആൽവിനും ചോര കുടിക്കുന്ന ആൽവിനും അന്നും മരിക്കുക.
23 വർഷങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിൽ അവൻ്റെ സ്നേഹം ഒരു സംതൃപ്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അനുതാപത്തിൻ്റെ, അത്ഭുതങ്ങളുടെ, തിരിച്ചറിവിൻ്റെ നേർസാക്ഷ്യമായി വിവാ ജേസു എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണിക്ക് നമ്മുടെ ഷെഖേന ടെലിവിഷനിൽ. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്, ദൈവമില്ല എന്ന് പറഞ്ഞിരുന്ന ഞാൻ ദൈവത്തെക്കുറിച്ച് കേൾക്കാനായിട്ട് ഇടയായി. അത് എൻ്റെ അയൽവാസിയായ ഒരു സഹോദരിയിലൂടെയാണ്. സാധാരണ ഒരു കുടുംബജീവിതം നയിച്ചിരുന്ന ആ സഹോദരിയാണ് ദൈവം എടുത്ത് ഉപയോഗിക്കാനായിട്ട് ആരംഭിച്ചത്. കാലത്ത് എഴുന്നേറ്റ് ജപമാല ചൊല്ലി വീട്ടിലെ കൊച്ചുമുറിയിലിരുന്ന് ഞാൻ ജപമാല ചൊല്ലിയിരിക്കുമ്പോൾ എന്നോട് ജപമാല കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നേരത്ത് എന്നോട് മാതാവ് പറയണേ, നീ പോയിട്ട് ബാബുവിൻ്റെ അടുത്ത് പോയിട്ട് പറയേ, ഇന്ന് അവൻ മണ്ണൂത്തി എന്ന സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നു. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ ആ ചേട്ടനെ ചെന്ന് വർത്താനം പറയാൻ എനിക്ക് പേടിയാണ്, കാരണം സ്വീകരിക്കുമെന്നുള്ളത് അറിയില്ല. ആളെ സ്വരം കേൾക്കുമ്പോൾ പോലും ഞാൻ ഭയപ്പെടും, കാരണം ഒരു പ്രത്യേക ക്യാരക്ടറാണ് ആളുടെ. ഞാനൊക്കെ ചെന്നിങ്ങനെ പറഞ്ഞാൽ ആൾ അനുസരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നീ മനുഷ്യനെ ഒരിക്കലും ഭയപ്പെടരുതേ, ദൈവം പറഞ്ഞത് ആരോട് വേണമെങ്കിലും നീ പറയാൻ ധൈര്യപൂർവ്വം പോകണം, നീ അതുകൊണ്ട് പോയി പറയുന്നു. ഈ സഹോദരി എന്നോട് പറഞ്ഞു, ബാബുചേട്ടൻ അവിടേക്ക് പോകരുത്, പോയാൽ ബാബുചേട്ടൻ ആക്രമിക്കാനായിട്ട് അവർ വരും, അപ്പോൾ ഈ പൈസ ഇങ്ങോട്ട് കൊണ്ടു തരുന്നുണ്ട് എന്ന് പോലും ഈ സഹോദരി പറഞ്ഞു. പക്ഷേ ഈ സഹോദരി ഇത് പറഞ്ഞപ്പോൾ ഇത് മറ്റാർക്കും അറിയാത്ത ഒരു വിഷയമാണ്. അത് ഇവൾ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു ചെറിയ ചിന്തയും ഭയവും കടന്നു വന്നു. എന്നിട്ട് ചോദിക്കാൻ ഒരു പേടി, അന്ന് മണ്ണൂത്തിക്ക് പോകണ്ടെന്നുകൊണ്ട് പോയോ എന്ന് ചോദിക്കാൻ ഒരു പേടി. എന്നിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നൊരു മിറ്റടിക്കാണ്. അപ്പോൾ ആ സമയത്ത് ഷൈജിയെന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ ഇന്നലെ എന്നോട് മണ്ണൂത്തിക്ക് പോകണ്ടെന്ന് പറഞ്ഞില്ലേ, ഈശോ മാതാവും പറഞ്ഞിട്ട് ഞാൻ പോയില്ല കേട്ടാ. അപ്പോൾ എൻ്റെ ബാബേട്ട, എൻ്റെ മനസ്സിൽ തോന്നി നിന്നോട് എന്തോ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് പോകണ്ടെന്ന് തോന്നി. ഞാൻ പിറ്റേ ദിവസം ഞാനിവിടെ വീടിൻ്റെ അടുത്ത് കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മകൻ ഒരു 5 മണി സമയത്ത് സ്കൂൾ വിട്ട് വന്ന് എൻ്റെ മകന്, പപ്പ 3-4 പേര് പപ്പയെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ 3-4 പേരുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവർ എൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു, ഇവർ ആക്രമിക്കാനാണോ വന്നേ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഭയം പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ബാബേട്ടൻ എത്ര പൈസ ഞാൻ തരാറുണ്ട്, വാങ്ങിച്ച് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കണക്ക് ബാബേട്ടനില്ലേ? ഉണ്ട്, കണക്കുണ്ട് എന്ന് പറഞ്ഞു. കണക്ക് പറയാൻ പറഞ്ഞു. വാങ്ങിച്ച പൈസയും അതിൻ്റെ മുതൽ പലിശയെല്ലാം കൂട്ടി പറഞ്ഞു. ഇവൻ്റെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്തുകൊണ്ട് ഇവൻ തന്നു പറഞ്ഞു, ഈ പൈസ ഞാൻ വാങ്ങിച്ചത് ബാബേട്ട എൻ്റെ ബുദ്ധിമുട്ടിനെയാണ്, ഇത് ഞാൻ തന്നാൽ ഈ കടം വീടും. പക്ഷേ ഈ പണം വാങ്ങിക്കാൻ വേണ്ടി ബാബേട്ടൻ ഇന്നലെ എൻ്റെ വീട്ടിൽ വരാതിരുന്നത് അത് ബാബേട്ടൻ്റെ ഭാഗ്യമാണ്. ഇന്നലെ വരികയാണെങ്കിൽ ബാബേട്ടൻ ഈ ഭൂമിയിൽ ഇന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. ഇതെൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മകൻ്റെ ആദ്യ കുർബാന സ്വീകരണം വരുന്നത്. ആദ്യ കുർബാന സ്വീകരണത്തിൽ മാതാപിതാക്കളെല്ലാം കുമ്പസാരിച്ച് വിശുദ്ധരായിരിക്കണമെന്നുള്ള സഭയുടെ പ്രബോധനങ്ങളും അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുമാത്രമല്ല, അറിയാമെങ്കിലും എനിക്ക് ആ ഒരു കുമ്പസാര ജീവിതാവസ്ഥയായിരുന്നില്ല എൻ്റെ. കാരണം അപ്പോഴും മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗങ്ങളും പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു ഞാൻ. ബാബുചേട്ടനും ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു കുടുംബം പോലെ അങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോൾ ചോദിച്ചു, ബാബേട്ടൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് കുമ്പസാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് കുമ്പസാരിക്കാതിരുന്നേ? ഇന്ന് സ്വന്തം മകൻ ഈശോനെ സ്വീകരിക്കുന്ന ദിവസമല്ലേ. നമ്മൾ ഈശോനെ സ്വീകരിച്ച ദിവസം നമ്മൾക്ക് ഓർമ്മയില്ല. ഇന്ന് നമ്മുടെ മകൻ ഈശോനെ സ്വീകരിക്കുമ്പോൾ നമ്മൾക്കും കൂടിയും ഒരുക്കം വേണം. മാതാവ് ഈ സഹോദരിയോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാബുചേട്ടൻ എത്ര മരണത്തിൽ നിന്നാണ് മാതാവ് രക്ഷിച്ചതെന്ന് പറയുന്നത്. അത് എൻ്റെ മകനെ നേടിക്കൊടുക്കാൻ, യേശുവിനെ നേടിക്കൊടുക്കുവാനായിട്ട് ഒരുപാട് മരണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷിച്ചതായിട്ട് പറഞ്ഞു. ആ പറഞ്ഞത് ഓരോ അപകടങ്ങളും പല സമയത്ത് ഒരു 16-17 വയസ്സിലുണ്ടായ ഒരു ആ വെട്ട് കേസ് കറക്റ്റായിട്ട് വെളിപ്പെടുത്തുന്നു. അതാണ് അതിൻ്റെ അടയാളങ്ങൾ. ഈ കയ്യെ മുറിച്ച് കളയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയത്ത് 17 വയസ്സിലുണ്ടായതാണ് ഈ വെട്ട് കേസ്. അങ്ങനെ
ഒരുപാട് അപകടങ്ങൾ, തലയ്ക്ക് വന്നടി, കൈകാലിന് വെട്ടുകൾ, അതേപോലെ പല അപകടങ്ങൾ ഈ സഹോദരി ഇതിങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറയണത്, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു ഷൈജി. അന്ന് മാതാവ് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ അത് കൊണ്ടു. എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഇന്നോളം ആരോടും തുറന്നു പറയാത്ത പല കാര്യങ്ങൾ പോലും എന്നോട് നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ എനിക്കതൊരു ഉൾട്ടേൻ്റെ തുടങ്ങി. ദൈവം ഉണ്ട്, ദൈവം എന്നെ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു. ജീവിതത്തിൽ പുതിയ തിരിച്ചറിവുകളുണ്ടായി. അങ്ങനെയാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒരു ധ്യാനം കൂടാനായിട്ട് തീരുമാനിക്കുന്നത്. അട്ടപ്പാടിയിലെ ദമ്പതികളുടെ ധ്യാനം നടക്കുന്നുണ്ട്. അതിന് ബുക്ക് ചെയ്ത ഒരു ദമ്പതികൾ ആ ധ്യാനം ക്യാൻസൽ ചെയ്യും. ആ ക്യാൻസൽ ചെയ്ത ആ ടിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. എല്ലാം ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ, അവിടെ ഓരോ ജീവിത സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ അവിടെ പൊട്ടിക്കരയുകയായിരുന്നു. കാരണം ഇതെല്ലാം ഈ വചനത്തിനെതിരെയാണ് എൻ്റെ ജീവിതങ്ങളായിരുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പാടില്ല, അവരെ സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം എന്നെല്ലാം പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവരെ പോലും ദ്രോഹിക്കുന്ന ഒരു ജീവിതമായി നടന്നിരുന്ന എൻ്റെ ജീവിതത്തിലെ അവിടുത്തെ തികച്ചൊരു പുതിയ അനുഭവമായിരുന്നു അട്ടപ്പാടി ധ്യാനം. അതിനുശേഷം കുമ്പസാരം എന്ന കുദാശയിലേക്ക് കുമ്പസാരിക്കാനായിട്ട് വിളിച്ചു. എന്നാൽ ആ കുമ്പസാരക്കൂട്ടിനടുത്തേക്ക് ചെന്നപ്പോൾ, ആ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തിയപ്പോൾ എനിക്ക് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം എൻ്റെ ഒരു വാക്ക് വരുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് നിലവിളിയാണ് വന്നത്. പിന്നീട് ഒരിക്കലും എൻ്റെ പാപജീവിതത്തിലേക്ക് പോകാൻ എൻ്റെ ഈശോ എന്നെ അനുവദിച്ചിട്ടില്ല. അനേകം പാപികളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള പ്രത്യേകമായ കൃപയും അനേകം മദ്യത്തിനെയും മയക്കമരുന്നിനെല്ലാം അടിമപ്പെട്ട് കഴിയുന്ന അനേകം മക്കളെ വീണ്ടെടുക്കുവാനുള്ള പ്രത്യേകമായ അഭിഷേകവും ആ ധ്യാനത്തിലൂടെ എൻ്റെ ഈശോ എനിക്ക് നൽകി. ദൈവം എന്നോട് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്നുള്ള ബോധ്യം എൻ്റെ ജീവിതത്തിൽ തുടർന്നുള്ള എൻ്റെ ജീവിതം എനിക്ക് വളരെ വ്യക്തമായി തന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ മയക്കമരുന്ന് കഞ്ചാവ് എനിക്ക് വേണം. ധ്യാനത്തിന് ശേഷം എനിക്ക് മദ്യം വേണ്ട, മയക്കമരുന്ന് വേണ്ട. മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടി സംസാരിക്കാനായിട്ട്, അതുപോലെ തന്നെ അത്രയും കാലം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ഭാര്യയുമായി ചേർന്ന് ആയിരിക്കുന്ന സമയങ്ങളിൽ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച്, എൻ്റെ കൂട്ടുകാരന്മാരോട് യേശുവിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. എന്നെ അവർ പരിഹസിച്ചു, കുറ്റപ്പെടുത്തി. കാരണം പലവരും എൻ്റെ ശിക്ഷകണങ്ങളായിട്ട് മാറിയിരുന്ന ഈ നഗരത്തിൽ പലവരും എൻ്റെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്നത് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊരിക്കലും, ഞാൻ പറയുന്നത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തുടർന്നുള്ള എൻ്റെ ജീവിതങ്ങൾ, ഞാൻ എന്നെ കമ്പനിക്ക് വിളിക്കുമ്പോൾ ഞാൻ പോകാതിരിക്കുകയും പല സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അത് സ്വീകരിക്കാതിരിക്കുകയും, ഞാൻ പൈസയ്ക്ക് പണം കൊടുത്തവരോട് അവരുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ, ഞാൻ അവരോട് സുവിശേഷം പറയുമ്പോൾ, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിരിക്കും, യേശു ഇടപെടും എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങളാണ്. അതുവരെയൊക്കെ ഭീഷണിയും കൊലപാതകവും വെട്ടും കുത്തും എന്നും പറഞ്ഞിരുന്ന ബാബു വന്ന് യേശുവിനെ കുറിച്ച് പറയുക എന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തികളായിരുന്നു. ജീവിതം മുന്നോട്ട് നയിക്കണം, അപ്പോൾ എങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്തും എന്നുള്ള ചിന്തയിൽ എനിക്ക് ഓട്ടോ ഓടിക്കാൻ അറിയാമായിരുന്നു. അങ്ങനെ ഓട്ടോ ഓടിച്ച് ജീവിതമാർഗം മുന്നോട്ട് നയിക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളി എത്തി. അങ്ങനെ തൃശ്ശൂർ നഗരത്തിലെ ഒരു ഓട്ടോ കണ്ടെത്തി വാങ്ങിച്ച് അങ്ങനെ ഓട്ടോ ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയിൽ മദ്യപാനികളും മറ്റ് പലതരത്തിലുള്ള ആളുകൾ വരും. അങ്ങനെ അവരോട് എനിക്ക് ലഭിച്ച ദൈവിക ആ ഒരു സന്തോഷം, സമാധാനം, രക്ഷയെക്കുറിച്ചൊക്കെ ഞാൻ അവരോട് പറയുമായിരുന്നു. പുലർത്തിട്ട് പാതിരാ കഴിപ്പ് എല്ലാ കൂട്ടുകാരനല്ലോ, കുറേ വെറുതെയും കിട്ടും, കുറേ കാശിനും കിട്ടും. അപ്പോൾ അങ്ങനെ മദ്യപിച്ച് നടക്കുന്ന സമയത്താണ് ബാബേട്ടൻ ഒരു ദിവസം രാത്രി 1 മണിക്ക് തന്നെ ബാറിൽ നിന്ന് പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഓട്ടോയിൽ കയറ്റി വീടിൻ്റെ അവിടെ കൊണ്ടുവന്നിറക്കി. വീടിൻ്റെ അവിടെ കൊണ്ടുവന്നിറക്കിയതിന് ശേഷം 1 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ദൈവവചനമാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഈ മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നാലും
എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാനത് ക്ഷമാപൂർവ്വം കേട്ടിരുന്നു. 10, 20, 100 പേരോടൊക്കെ പറയുന്ന സമയത്ത് ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അത് സ്വീകരിക്കുക. പക്ഷെ ആ സ്വീകരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് പോയി വേറൊരു ദിവസം പോയി ആ വ്യക്തിയെ ധ്യാനത്തിന് ഒരുക്കി അങ്ങനെ ആ വ്യക്തികളെ യേശുവിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നു. ബാബണ്ണ കണ്ടുമ്പോൾ ഞാൻ മുങ്ങി നടക്കാറ് പതിവ്. ഇതുകൂടെ പോവുകയും മദ്യം കഴിച്ചിട്ട് പോകാറ്. അപ്പം അദ്ദേഹം ഒരു വചനം പറഞ്ഞതിനോട് ഹോസ്റ്റലിൽ കയറിയപ്പോൾ പ്രഭാഷകന് പുസ്തകം 5-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത്, അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും അശിക്ഷയും നശിക്കുകയും ചെയ്യും. അപ്പോൾ വചനം പറഞ്ഞപ്പോൾ ആ വചനം മാംസമായി ധരിച്ചു, ഹൃദയത്തിൽ കിടന്ന് പരിവർത്തനം ഉണ്ടായി. വണ്ടിയിൽ കയറുന്നവരോട് ഓടുന്നേക്കാൾ അധികമായിട്ട് അവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇടയായി. എന്നാൽ ആ ഓട്ടം കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിതമാർഗം കർത്താവ് അവിടെ വേറെ ഒരുക്കി തന്നിരുന്നു. അങ്ങനെ അനേകം ആത്മകളെ, ചെറുപ്പക്കാരെ മദ്യത്തിനും മയക്കമരുന്നിനും ഹാൻഡ്സ്, പാൻപരാക്ക്, ഈ ലോകമോഹങ്ങൾക്ക് ജഡത്തിന് അടിമപ്പെട്ട് അനേകം മക്കളെ നേടിയെടുക്കുവാനായിട്ട് കർത്താവ് ആ ശുശ്രൂഷയിലൂടെ ആ തൊഴിലിലൂടെ എന്നെ അനുവദിച്ചു. എൻ്റെ മോൾ സിമി ഒരു ജോലിക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ ആ സാറിന് പൈസയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ പൈസ കിട്ടാൻ വല്ലയിടത്ത് മാർഗമുണ്ടെന്ന് അവളോട് അന്വേഷിച്ചു. അപ്പോൾ അവളുടെ അറിവിൽ ബാബു ആ സമയത്ത് പരീക്ഷയ്ക്ക് രൂപ കൊടുക്കണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് രൂപ കൊടുക്കുന്ന ഒരു ചേട്ടൻ ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാൻ മാർഗമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം സംസാരിച്ചു. എന്നിട്ട് സാറിനോട് വരാൻ പറഞ്ഞ് സാറ് വന്ന് സംസാരിച്ചു. അപ്പോൾ പൈസ കടം മേടിച്ചു അതിന് ഈട് വേണമെന്ന് പറഞ്ഞ് ആധാരം കൊടുത്തു. അത് ആളുടെ ഭാര്യയുടെ ചേച്ചിയുടെ ആയിരുന്നു. അങ്ങനെ കൊടുത്ത് കുറേ നാളെ ഒരു പരിചയമില്ല മുതലില്ലാണ്ട് നടന്നപ്പോൾ ബാബുവിന് കിട്ടാനുള്ള വഴിക്ക് വർത്താനമൊക്കെ പറഞ്ഞു. കിട്ടാനായിട്ടുള്ള ഒരു മാർഗം കണ്ടില്ല. അങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ ബാബു ഇങ്ങനെ കുറേശ്ശെ നമ്മുടെ പ്രാർത്ഥനയിലേക്കൊക്കെ അടുക്കുന്ന് എല്ലാത്തിലായി ബാബുവിൻ്റെ എല്ലാം മാനസാന്തരം വന്നിട്ടാണെന്നുകൊണ്ട് ആ ആധാരം അവർക്ക് ഫ്രീ ആയിട്ട് തിരിച്ചു കൊടുത്ത് പൈസ ഒന്നും അടയ്ക്കാണ്ട്. ഞാൻ പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന ആ സമയങ്ങളിൽ ഞാൻ ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും സ്വന്തമാക്കിയ ആധാരങ്ങൾ, അതുപോലെ തന്നെ ചെക്കുകൾ, അതുപോലെ കേസ് നടത്തി എനിക്ക് കോടതി അനുകൂലമായി വിധി 3 മാസത്തിനകം എനിക്ക് വിധിയായ 1 ലക്ഷം രൂപ, ഇതെല്ലാം ഈ പൈസയെല്ലാം ഞാൻ വാങ്ങിക്കാനായിട്ട് ഈ സ്ഥലമെല്ലാം സ്വന്തമാക്കാനായിട്ടുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും ഈ യേശുവിനെ സ്വന്തമാക്കി ധ്യാനത്തിന് ശേഷം എനിക്ക് ഇതെല്ലാം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ല, ഇതെല്ലാം മറ്റുള്ളവരുടെ ഇതാണ്, ഇതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് സക്കേവസിനുണ്ടായ ഒരു മനോഭാവം. 1 തിമോത്തിയോസ് 6:10 പറയുന്നു, ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാനമായ കാരണമെന്ന്. അങ്ങനെ ഒരു ധനമോഹമാണ് എന്നെ ഈ കൊടും പാപത്തിലേക്ക് എന്നെ നയിച്ചത്. ഇപ്പോഴത്തെ എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുന്നംകുളം ഒരു നഗര മധ്യേ തന്നെ ഞാൻ പഴയ കാലത്ത് പാപപ്രവൃത്തിയിൽ ചെയ്ത മാർക്കറ്റ്, ബാറുകൾ നഗരമധ്യത്തിൽ തന്നെ ഒരു ചേരിയിലെ ഒരു കുടിലിൽ 6 വർഷത്തോളമായി അവിടെ മദ്യപാനികളും അതേപോലെ തന്നെ വാർക്കത്തൊഴിലാളികൾ, യൂണിയൻകാർ എന്നിവരെല്ലാം ചേർത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഒരു പ്രയർ മീറ്റിംഗ് അവിടെ വയ്ക്കുന്നുണ്ട്. ഇവിടെ ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടായ്മ എന്നല്ല ശരിക്കും പറയാം. ശരിക്കും ഓരോ ഞായറാഴ്ചകൾ ഇവിടെ നടക്കുന്നത് ധ്യാനമാണ്. ഞാൻ പല ധ്യാനങ്ങളും ധ്യാനക്കുരുക്കളുടെയൊക്കെ ഈ വചനപ്രഘോഷങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ബാബയുടെ ഒരു വചനപ്രഘോഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ശുശ്രൂഷയാണ് ആളുടെ. എൻ്റെ പ്രാർത്ഥന കുർബാന ഒന്നും ഞാൻ മുടക്കിയിരുന്നില്ല. ആളെന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകും, പള്ളിയിലൂടെ ഇറക്കും, കുർബാന കഴിഞ്ഞ സമയമാകുമ്പോൾ വരും. അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് വീടില്ല ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ ഒന്ന് പള്ളിയിലേക്ക് വന്ന് കുർബാനയിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയാലും പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയായി. നമ്മൾ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിൽക്കണം. പക്ഷെ ആദ്യം അങ്ങനെയല്ലായിരുന്നു. നമ്മളത് പള്ളിയിലേക്ക് കയറാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം പള്ളിയും കാര്യങ്ങളായിട്ട് പോകണം. പലർക്കും രണ്ടാമതൊരു ജന്മം, ജീവിതം എന്നെല്ലാം പറയുന്നത് അത് വിരളമാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ 2ാം ജന്മം അത് ഞാനിപ്പോൾ സത്യമായും ശരിക്കും ആസ്വദിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. കാരണം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയല്ല ഈ കാലഘട്ടത്തിൽ. ആദ്യകാലങ്ങളിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ വരവിനെ ഭയന്നിരുന്നു, എൻ്റെ മക്കൾ ഭയന്നിരുന്നു, എൻ്റെ അപ്പനും അമ്മയും ഭയന്നിരുന്നു, നാട്ടുകാർ ഭയന്നിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ വരവിനെ അവർ വലിയ സന്തോഷത്തോടെയാണ് കാത്തിരിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, അപ്പനുമായി കുറച്ചു നേരം സംസാരിക്കാൻ, ഭർത്താവുമായി കുറച്ചു നേരം സംസാരിക്കാൻ, മരുമകനുമായി കുറച്ചു നേരം സംസാരിക്കാൻ എൻ്റെ സാന്നിധ്യം അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ബൈബിളിലെ സക്കേവസിനെ പോലെയും
സമരിയായിലെ കിണറ്റിൻകരയിലെ ഒരു സ്ത്രീയെ പോലെയുമായിരുന്നു. എന്നാൽ ദൈവം ഒരു നാൾ എന്നെ സന്ദർശിച്ചപ്പോൾ ഞാൻ ഒരു പുതിയ മനുഷ്യനാവുകയും ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു.